നമസ്കാരം. മലയാള സിനിമാ നടന്മാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും കഴിയുന്തോറും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ ആൾക്കാരാണ് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓണം ആകാറായപ്പോഴേക്കും നമ്മുടെ നടന്മാരുടെ കഷ്ടകാലവും തുടങ്ങട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ അങ്ങ് വലിയ നായകന്മാരായിട്ട് വിലസി നടന്നതല്ലേ. ഞങ്ങൾ പിടിക്കപ്പെടില്ല, ഞങ്ങൾക്ക് നേരെ ഒരു ആരോപണവും വരില്ല എന്നുള്ള ധൈര്യത്തിൽ വലിയ നായകന്മാരായിട്ട് വിലസി നടന്ന പല ആൾക്കാർക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ കഷ്ടകാലങ്ങളും ഇങ്ങനത്തെ തിരിച്ചടികളും കിട്ടുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ അവർ നന്നാവത്തുള്ളൂ. അപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസം സോണിയ മൽഹർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഈ ആരോപണത്തിൽ ആ വ്യക്തിയുടെ പേര് അവർ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അത് ഞാൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. 2013 നടന്നൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ആരോപണം കേട്ടു നോക്കാം. 2013 തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷൻ, അത് ആ പടത്തിൽ അയാളാണ് നായകൻ. ഞാൻ ആദ്യമായിട്ട് പോകുക, അതൊരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ്. അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു. അവിടെ ചെന്ന് അഭിനയിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ഒരു ചെറിയൊരു ഹാൾ പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ്, ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു ആവശ്യം. അപ്പോൾ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടി ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല, അങ്ങോട്ട് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു. സത്യത്തിൽ പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി, എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ചെയ്ത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്, ഞാൻ പേടിച്ച് പോയി. പ്രത്യേകിച്ച് എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം ആൾക്കാരൊക്കെ വേണമെങ്കിൽ എൻ്റെ കമൻറ്റിൻ്റെ താഴെ ആ കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. കാരണം സൂപ്പർ സ്റ്റാറിന് അത്രയും ദാരിദ്ര്യം എന്ന് ചോദിക്കും, ലൈംഗിക ദാരിദ്ര്യം എന്ന് ചോദിക്കുന്ന ടീം വരും. പക്ഷേ 2013 നടന്ന ഈ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് കൈയടി നേടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതിൻ്റെ പുറകിൽ അത് ക്ലിയർ ചെയ്തു. എങ്കിൽ പോലും ഇതിപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ആ മനുഷ്യൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കും. അപ്പം ഇതായിരുന്നു ആ ഒരു ആരോപണം. ഇതിനകത്ത് ആ നടന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, സാഹചര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ നടനെ കുറിച്ച് കുറെ ഐഡിയാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിച്ചതാണ്, 2 മക്കളുണ്ട്, അതിലൊരെണ്ണം പെൺകുഞ്ഞാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആരോപണം ഉന്നയിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു നടൻ ഏതാണ് എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലുള്ളവരും മീഡിയാസും എല്ലാവരും ചേർന്ന് കണ്ടെത്തി അതിന്റെ താഴെയൊക്കെ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ പറഞ്ഞ തുറന്നു പറച്ചിലിനോട് എനിക്ക് ചെറിയ രീതിയിലൊരു വിയോജിപ്പുണ്ട്. അവരുടെ ധൈര്യമൊക്കെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എന്നാലും ഇവരുടെ തുറന്നു പറച്ചിൽ പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകത്തിടത്തോളം കാലം അതിനെ ഒരു ആരോപണമെന്നോ ഒരു തുറന്നു പറച്ചിലെന്നോ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഇവർ പറയുന്നുണ്ട്, ഞാൻ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്, പേര് വെളിപ്പെടുത്തണം. പേര് പറഞ്ഞ് വേണം ആരോപണം ഉന്നയിക്കാൻ. എങ്കിൽ മാത്രമേ അതെന്താവുന്നുള്ളൂ, റിയലിസ്റ്റിക് ആവുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വരും. ഒരു ചോദ്യചിഹ്നം നിർത്തിയിട്ടാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അപ്പൊ അവർ പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അയാൾക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു പെണ്ണിന് നേരെ, ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ ഒരു പെണ്ണിന് നേരെ അവരുടെ സമ്മതമില്ലാതെ കയറി പിടിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു സ്ത്രീയെ ഓർത്ത്, അയാളുടെ ഭാര്യയെ ഓർത്താണ് തുറന്നു പറയാതിരിക്കുന്നതെങ്കിൽ ആ ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റല്ലേ? തന്റെ ഭർത്താവ് ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് ആ ഭാര്യയും കൂടി അറിയട്ടെ. അതല്ലേ ഒരു ശരിയായ നടപടി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പേര് തുറന്നു പറയാതിരിക്കുന്നതിലൂടെ അവർ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ല. അപ്പൊ പേര് പറയാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖിനെതിരെ ഒരു സ്ത്രീ ആരോപണമായിട്ട് വന്നു. അവിടെ കൃത്യമായിട്ട് പേര് പറഞ്ഞു വെക്കുന്നുണ്ട്, സാഹചര്യങ്ങളും സന്ദർഭവും എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ വേണം ആരോപണം ഉന്നയിക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. 100% അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വെളിപ്പെടുത്തണം, പേരുകൾ പറയണം. പേര് പറയാത്തിടത്തോളം കാലം നമുക്ക് അവിടെ ഒരു ജെനുവിനിറ്റി ചോദ്യം ചെയ്യുവാണ്. അവരുടെ ആരോപണത്തിലുള്ള ആ ഒരു ജെനുവിനിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനി പേര് പറയാതിരിക്കാൻ വേണ്ടി അവർ വേറൊരു കാരണം കൂടെ പറയുന്നുണ്ട്. ആ കാരണം എന്താ നമുക്ക് കണ്ടുനോക്കാം. ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പേര് പുറത്ത് പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ 2013 നടന്ന ആ ഒരു സംഭവത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയുകയും പിന്നീട് ഈ വർഷം വരെയും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നല്ല സുഹൃത്തെന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുക ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി, കുഞ്ഞുങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് എന്റെ സുഹൃത്താണ്, അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നു. പിന്നീട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒരു മെസ്സേജ് കൊണ്ട് പോലും അങ്ങനത്തെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പേര് വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഫീൽ ചെയ്യുന്നില്ലേ? അങ്ങനെ താല്പര്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുറന്നു പടച്ചിലിന്റെ ആവശ്യമില്ലായിരുന്നു. തന്നോട് അന്ന് സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ആ പ്രശ്നം സെറ്റിൽ ചെയ്തു. പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ആരോപണത്തെ അത്ര കണ്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ നേരിട്ടിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഇവരെ 100% സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല.
അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ. മാത്രമല്ല, ഇപ്പം പേര് വെളിപ്പെടുത്തി ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നമുക്ക് 100% ആ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജെനുവിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം പേര് വെളിപ്പെടുത്തിയാണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ പേര് വെളിപ്പെടുത്തിയ ആൾക്ക് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പോയി ഡീഫമേഷൻ കേസ് കൊടുക്കാം. തന്റെ മാനനഷ്ടത്തിന് അയാൾക്ക് കൊണ്ട് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു ജെനുവിനിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോ ആരോപണം ഉന്നയിച്ച ആൾക്കും ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തികൾക്കും ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പേര് വെളിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഇമേജ് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇമേജ് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഒരു സ്ത്രീ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയേക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ള കാര്യം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജയസൂര്യ എന്ന് പറയുന്ന നടനാണ് എന്നാണ് എല്ലാവരും കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ഈ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി നല്ലവനാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരും. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. അപ്പൊ അതിനൊരു ഉത്തരം കൃത്യമായിട്ട് ഇന്ന് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഒരു ആരോപണം ഞാൻ കേട്ടു. വേറൊരു സ്ത്രീ ഉന്നയിച്ച ആരോപണമാണ്. അത് ഈ ഒരു നടനെതിരെയാണ്. നമുക്ക് ആ ഒരു ആരോപണം കൂടെ കണ്ടു നോക്കാം. ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതുക്കെ താഴെയുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കത്തേക്കും എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ജഗതി ചേട്ടൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും താഴെ ഇരിപ്പുണ്ടായിരുന്നു. നെടുമുടി വേണു ചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. ബിക്കോസ് ഈ ജഗതി ചേട്ടൻ ഈസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസന്റ് പേഴ്സൺ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ജഗതി ചേട്ടൻ. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഐ വോണ്ട് ടു ടെൽ യു ഒരു കാര്യം പറയണം, എസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്തുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പേര് വെളിപ്പെടുത്തിയ ആ ഒരു നടന്, ഇപ്പൊ ജയസൂര്യയുടെ പേരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജയസൂര്യക്ക് അങ്ങനെ ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഡിഫമേഷൻ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആരോപണം ഉന്നയിക്കുന്നവർ, തുറന്നു പറച്ചിൽ നടത്തുന്നവർ എന്ത് ചെയ്യണം, അവരുടെ പേരും കൂടെ വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തുറന്നു പറച്ചിൽ കൊണ്ട് ഒരു അർത്ഥവുമില്ല. അപ്പം അയാളുടെ ഭാര്യയെ ഓർത്താണ്, മകളെ ഓർത്താണ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ അങ്ങനെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ ആ ഭാര്യയെ ഓർത്ത് മറച്ചു വെക്കുമ്പോൾ ആ ഭാര്യയോടും കൂടെ ചെയ്യുന്ന ഒരു തെറ്റാണ്, വേറൊരു സ്ത്രീയോടും കൂടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പൊ നമ്മളുടെ വിശ്വസ്തത ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ കൃത്യമായിട്ട് തെളിവുകളോടുകൂടി, അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും വെളിപ്പെടുത്തി തുറന്നു പറച്ചിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ തുറന്നു പറച്ചിലിന് യാതൊരു രീതിയിലുള്ള വാല്യൂവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പൊ ഈ ഒരു ആക്ട്രസ് പറഞ്ഞ തുറന്നു പറച്ചിൽ കൃത്യമായിട്ടൊരു തുറന്നു പറച്ചിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യചിഹ്നമില്ല. അവിടെ ആരാണ് ആ ഒരു തെറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ ആ തെറ്റ് ചെയ്ത പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അയാളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെയുള്ള മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് തയ്യാറായി കുറെ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അതിനെന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമായി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അതിജീവിത. ഇതിന്റെ എല്ലാത്തിനും തുടക്കം അവിടെ നിന്നാണ്. ആ ഒരു സ്ത്രീയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. അവരുടെ ധൈര്യം, അവരുടെ തന്റെ ഇടം, അവരെ അതിജീവിച്ചു വന്നു. അവരുടെ ആ ഒരു അവരുടെ മനോധൈര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. അവരുടെ മനോധൈര്യം തന്നെയാണ്. അവരുടെ ആ ധൈര്യത്തിൽ നിന്നാണ് ഇതിനൊക്കെ തുടക്കമായത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തിയോട്, ആ ഒരു സ്ത്രീയോട്. അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അവർക്കുണ്ടായ ഒരു അനുഭവം അവർ മറച്ചു വെച്ചില്ല, അതിനെ സർവൈവ് ചെയ്തു, അതിനെ അതിജീവിച്ചു. നല്ല സ്ട്രോങ് ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരോട് അഭിമാനം തോന്നുന്നുണ്ട് എനിക്ക്.